വെൽക്കം ടു കാസർഗോഡ്. അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തിയിരിക്കണം കേട്ടോ. പുറകിലായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കാവ്യാമാധവൻ വന്നു കഴിഞ്ഞാൽ താമസിക്കുന്ന വീട്. അതായത് നമ്മുടെ കാവ്യാമാധവൻ ജനിച്ചു വളർന്ന ഒരു വീട് നിന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അതിവെളുപ്പിനുള്ള കാഴ്ച കേട്ടോ. ശ്രീ കുളങ്ങാട്ടമ്പലം. ഇതിൻ്റെ മേളിക്കയറി വലിയൊരു കാവാണ്. കിലോമീറ്ററോളം, അതായത് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു കാവ് ഇങ്ങനെ നിൽക്കുന്നത്. കൈതക്കാട് മീൻ വളർത്താണ് സംഭവം. അത് തന്നെ മീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്ന. നയൻറ്റീസ് കഫേ എന്നും പറഞ്ഞിട്ട് 2-3 ചെറുപ്പക്കാർ പിള്ളേരുടെ ഒരു സ്ഥാപനമാണ് കേട്ടോ. അതായത് ഇതാണ് സ്നാക്സും ചായയും ടീയും കോഫിയൊക്കെ ഉള്ളൂ. പക്ഷേ ഭയങ്കര സെയിലാണ്. വൈകുന്നേരമൊക്കെ വന്നാൽ നല്ല ഇതാണ്. അതായത് ഒരു പഴയ ഒരു വീട് അതേ ലെവലിൽ തന്നെ ആ ഒരു മെയിൻറ്റെയിൻസ് ചെയ്തുകൊണ്ട് അത് അവർ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കാരണം നമ്മുടെ കാവ്യാമാധവൻ്റെ സ്വന്തം നാട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. നീലേശ്വരം എത്തിയിരിക്കുകയാണ്. നീലേശ്വരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കാസർഗോഡ് നീലേശ്വരം ഭാഗത്താണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നീലേശ്വരം മുനിസിപ്പാലിറ്റി അങ്ങോട്ട് പോകുമ്പോഴാണ് കേട്ടോ. പരിപ്പുവട വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. ഇത് കണ്ട ആ ഒരു കപ്പലിൻ്റെ മാതൃകയിൽ, കപ്പലല്ല ഒരു ഹൗസ് ബോട്ടിൻ്റെ മാതൃകയിലാണ്. ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. പരിപ്പോട വിറ്റ് സമ്പന്നനായ ഒരു വ്യക്തിയാണ് പ്രകാശൻ ചേട്ടൻ. ആ പ്രകാശ് ചേട്ടൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു അടിപൊളി ഒരു ഷോപ്പ്. നല്ല തിരക്കാണ്. പരിപ്പോട വിഭവശാല എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പല വ്യത്യസ്ത തരത്തിലുള്ള വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. നമ്മുടെ റഷീദിക്ക പറഞ്ഞ് പ്രത്യേകം വന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ആ പ്രകാശ് ചേട്ടനെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം നമുക്കുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ വന്ന സമയത്ത് അദ്ദേഹമില്ല. ഞാൻ ഇഡലിയും വടയും, നല്ല ചൂട് വടയും കഴിച്ചു. അതുപോലെ തന്നെ റഷീദിക്ക നല്ല പൂരിയും വടയും കഴിച്ചു. എന്തായാലും ഫുഡും ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വരുമ്പോൾ നമ്മൾ പ്രകാശ് ചേട്ടനെ നമുക്ക് കാണാം, നേരിട്ട് കാണാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ നീലേശ്വരം പോലീസ് സ്റ്റേഷൻ കേട്ടോ. ഇത് ഇവിടെ നിന്നൊരു വഴിയുണ്ട്. അതായത് ഇതിൻ്റെ പുറകിലായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കാവ്യാമാധവൻ വന്നു കഴിഞ്ഞാൽ താമസിക്കുന്ന വീട്. അതായത് പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ്, വല്യച്ഛൻ്റെ വീടാണ്. അത് ഈ ഒരു റോഡ്, ചെറിയ റോഡ് പോകുന്നുണ്ടോ, ഈ റോഡ് നേരെ പോകുന്നത് അങ്ങോട്ടാണ്. അവിടെയാണ് കാവ്യാമാധവനൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് വന്ന് കയറിയ അവരുടേതായ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വല്യച്ഛൻ്റെ ഒരു വീട് മാത്രമാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ നീലേശ്വരം ടൗണിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നീലേശ്വരം ടൗണിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല റോഡ് ക്രൗഡാണ് ഭയങ്കര. റോഡിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു കൂട്ടുകാരിയുണ്ട്. ഇവിടെ കാവ്യയുടെ ഒരു കൂട്ടുകാരിയുണ്ട്. കാവ്യയുടെ കൂട്ടുകാരി അവിടെ ഇവിടെ ആ കൂട്ടുകാരുടെ കൂടെ സ്റ്റേ ചെയ്യാം സാർ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആണല്ലേ. ഇതുണ്ട്, ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ ഇവിടുത്തെ നീലേശ്വരം നഗരസഭ കാര്യാലയമാണ്, മുനിസിപ്പാലിറ്റിയാണ്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് നീലേശ്വരം എന്ന് പറയുന്ന ഒരു ഗ്രാമം എന്നുള്ള ആ ഒരു മൈൻഡായിരുന്നു എൻ്റെ. ഒരു നീലേശ്വരം എന്ന് പറയുന്ന ഗ്രാമമാണ്. കാവ്യാമാധവൻ അവിടുത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന കുട്ടി ആ ഒരു ലെവലിലായിരുന്നല്ലോ. അതുപോലത്തെ ഒരു ലേബലായിരുന്നല്ലോ ഒക്കെ ഉണ്ടായിരുന്നത്. ബസ് സ്റ്റാൻഡ് ഇതല്ലോ. ഇതിപ്പോൾ അവിടെ പഴയ ബസ് സ്റ്റാൻഡ്. പഴയതല്ല, ഇവിടെ തൽക്കാലം. ഇതാണ് പുതിയ ബസ് സ്റ്റാൻഡ്. നല്ല അടിപൊളി ബസ് സ്റ്റാൻഡാണല്ലോ വരുന്നത്. ഇവിടെ എങ്ങാണ്ട് ഇവർക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ, ഈ കൈരളി എന്ന് പറഞ്ഞ തുണിക്കട. അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നല്ലോ. അടിപൊളി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. നമ്മുടെ കാവ്യാമാധവൻ ജനിച്ചു വളർന്ന ഒരു വീട് നിന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അതായത്
ഇത് കണ്ടത് ഈ ഒരു വിജനമായിട്ട് കിടക്കുന്ന സ്ഥലം, ഇതിൻ്റെ കാട് പിടിച്ച് അനാഥമായിട്ടൊക്കെ കിടക്കുന്ന ഈ സ്ഥലം കണ്ട ആ ഒരു നീല ഷീറ്റൊക്കെയുള്ള അവിടെയായിരുന്നു അവരുടെ വീട്. അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് അതുവഴി ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവരൊക്കെ ഈ സ്കൂളിലൊക്കെ നടന്ന് പോയൊക്കെ ചെയ്തിട്ടിരുന്ന വഴിയെന്ന് പറയുന്നത് ഇതാണ്, എളുപ്പ വഴിയെന്ന് പറയുന്നത് ഇത് ഈ ഒരു ഭാഗമാണ്. ഒരുപക്ഷെ അത് കൊടുത്തതിൻ്റെ കാരണവും അതൊക്കെ തന്നെ ആയിരിക്കും. ഇത് കണ്ട ഒരാൾക്ക് കഷ്ടിച്ച് ഇവിടെ ചെറിയ അവരുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ. ഇത് അവരുടെയൊക്കെ തന്നെ കുടുംബക്ഷേത്രമാണ്. അതിൻ്റെ തൊട്ട് ആ കുടുംബക്ഷേത്രത്തിൻ്റെ തൊട്ട് പറ്റേ കാണുന്ന ആ പറമ്പ് ആയിരുന്നു കാവ്യമാധവൻ്റെയൊക്കെ വീട്. ഇത് കണ്ടത് ഈ ഒരു ചെറിയൊരു ഇടനാഴി മാത്രമേ ഉള്ളൂ. ഇത് കണ്ടു ഇവിടെയുള്ളവരെല്ലാം അത് കൊടുത്തു പോയി. ഇത് കണ്ടത് ഇത് വേറൊരു വീട്. ഇതൊന്നും ഇവിടെ ഇപ്പോൾ ആൾതാമസം പോലും ഇല്ലാതെ ഇത് കണ്ടത് അതൊക്കെ തുറന്നവരെയും കിടപ്പുണ്ട് കേട്ടോ. വഴിയെ വന്നവരൊക്കെ വല്ലതും കയറി കിടക്കുകയായിരിക്കും. ഇത് കണ്ട ഇതുപോലത്തെ ഒരു ഇടുക്കിലാണ് ഇപ്പം നിലവിൽ അവരുടെ വീടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ അവർ കൊടുത്തു പോയത്. കണ്ടത് ബസ് സ്റ്റാൻഡിൻ്റെ കണ്ണായ സ്ഥലമാണ്. ഇത് കണ്ട പുതിയ ബസ് സ്റ്റാൻഡാണ്, നീലേശ്വരം നഗരസഭയുടെ ഒരു അടിപൊളി ബസ് സ്റ്റാൻഡാണ് കേട്ടോ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു സംഭവം. പക്ഷേ അത് കൊടുത്ത് വേറെ ഏതോ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ അത് വാങ്ങിച്ചിരിക്കുന്നത്. വാങ്ങിച്ച ആളത് പൊളിച്ച് കളയുകയും ചെയ്ത്. നീലേശ്വരം ടൗണിലാണ് നമ്മളത് ഉള്ളത് നിലവിൽ. അതുപോലെ തന്നെ ഇത് തന്നെ നീലേശ്വരത്തിൽ ഓട്ടോ സ്റ്റാൻഡ്. ഭയങ്കര വലിയ ടൗണൊന്നും അല്ലെങ്കിലും ഒരു ചെറിയ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ടൗണാണ്. മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതിലും വണ്ടിയുണ്ട്, നല്ലൊരു ടൗണാണ്. ആ ഓട്ടോയുടെ പുറകെ എഴുതിയിരിക്കണ അതായത് ഞാൻ എന്നെ മുതലാളി, ഞാൻ എന്നെ തൊഴിലാളി. അത് നമ്മുടെയൊക്കെ അവിടെ ഞാൻ തന്നെ എന്ന് പറയല്ലേ, അതിന് തനി കാസർഗോഡ് ഭാഷ കണ്ട. ഞാൻ എന്നെ മുതലാളി, ഞാൻ എന്നെ തൊഴിലാളി. അത് കൊള്ളാമല്ലേ നമ്മുടെ ഭാഷ. അത് ഗോകുലം ഗോപാലൻ്റെ റിസോർട്ടാട്ടോ അല്ല കാണുന്നത്. നളന്ത റിസോർട്ട്. നമ്മൾ നേരെ നീലേശ്വരത്ത് നിന്ന് നമ്മൾ കാഞ്ഞങ്ങാടേക്ക് പോയിട്ടുണ്ട്. നമ്മൾ കാഞ്ഞങ്ങാട് ടൗൺ എത്തിയിരിക്കുകയാണ് കേട്ടാ. കാഞ്ഞങ്ങാട് ടൗൺ, കാഞ്ഞങ്ങാട് എനിക്ക് തോന്നുന്നു നീലേശ്വരത്തേക്കാൾ കുറച്ചും കൂടി വലുതാണെന്ന് തോന്നുന്നു. വലിയ സിറ്റിയാ അല്ലേ? ആണല്ലേ? റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് വരുന്നവരൊക്കെ ഈ ഹോസ്പിറ്റൽ, അത് കാഞ്ഞങ്ങാടുകാരൊക്കെ ഈ ഹോസ്പിറ്റലിൽ പോയിക്കോളാം കേട്ടോ. നമ്മുടെ പേരിലുള്ളൊരു ഹോസ്പിറ്റലാണ്. നമ്മുടെ പേരിലുള്ളൊരു ഹോസ്പിറ്റൽ ഞാൻ ആദ്യം കാണുക. ഗാലറിയാണ് ഇത്. ഗാലറി നോക്കിയ ഫുട്ബോൾ മത്സരത്തിൻ്റെ സ്ഥലമാണ്. നമ്മൾ ബേക്കൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നിലവിൽ നമ്മൾ ബേക്കൽ ജംഗ്ഷനാണിത്. കാസർഗോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബേക്കൽ. നമ്മൾ നീലേശ്വരത്തു നിന്ന് കാഞ്ഞങ്ങാടും കഴിഞ്ഞിപ്പോൾ ബേക്കൽ ജംഗ്ഷൻ വരെ എത്തി. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ബേക്കൽ ഫോർട്ടായിരുന്നു കേട്ടോ. ബേക്കൽ പുഴ അപ്പോഴല്ലേ, പുഴയും കടലും കൂടി ചേരുന്ന സ്ഥലമാണ് അല്ലേ? അത് തന്നെ, അതെ കണ്ട ആഴിയാണ് അങ്ങോട്ട്. കടപ്പുറത്തൊക്കെ ഇപ്പോഴും ആളുകളുണ്ട്. തെക്കനാട്ട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രം. ബോട്ടുകളുണ്ടല്ലോ ഒത്തിരി, കൊള്ളാല്ലേ? ശ്രീ അയ്യപ്പ ഭജന. കാസർഗോഡിൽ തന്നെ ഉത്തുമ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എല്ലായിടും അത്യാവശ്യം നല്ലൊരു
നല്ലൊരു ടൗൺ ഫീലാണ്. ഉടുപ്പി ഹോട്ടൽ. നമ്മൾ ഏകദേശം കാസർഗോഡ് അടുക്കാറായി കേട്ടോ. ഇനി ഒരു 4-5 കിലോമീറ്റർ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. തെങ്ങും കവുങ്ങും ഈ ഏരിയ ഫുള്ളതാണ്. വെൽക്കം ടു കാസർഗോഡ്. ഇങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തിയിരിക്കണം കേട്ടോ. ലെഫ്റ്റ് പോയാൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനും റൈറ്റ് പോയാൽ മംഗലാപുരവും. ഈ അടുത്ത ജംഗ്ഷൻ കേരളത്തിന്റെ വടക്കേ അറ്റായിട്ട്. അതെ, നമ്മൾ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് എത്തിയിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എന്നുള്ള പറയാം. അതെ അതെ, കാസർഗോഡിന്റെ ഹൃദയഭാഗം അല്ല, മെട്രോ ഗോവ, കാസർഗോഡിന്റെ കണ്ണായ സ്ഥലത്താണ്. കറക്റ്റ് സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല തിരക്കായി അല്ലേ? കാസർഗോഡ് ടൗൺ വന്നപ്പോൾ നല്ല തിരക്ക്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. സാധാരണ ഞാൻ ഈ കഴിഞ്ഞൊക്കെ പറയുകയും ചെയ്തു, പല സ്ഥലത്തും മറ്റുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഈ പതാക കാണാം. നമ്മൾ പല ഈ റെയിൽവേ സ്റ്റേഷനിൽ അത് കാണാറുണ്ട്. പക്ഷെ എന്തായാലും പാലക്കാട് വന്നപോലെ ഈ കാസർഗോഡ് വന്നപ്പോൾ അതുണ്ട് കേട്ടോ.